എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്റർ എങ്ങനെ നിർമ്മിക്കാമെന്നും ടെസ്റ്റ് ചെയ്യാമെന്നും നിങ്ങൾ പഠിക്കും. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് IC74LS194 ഉപയോഗിച്ച് ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്റർ നിർമ്മിക്കാനും ടെസ്റ്റ് ചെയ്യാനും കഴിയും. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് IC74LS194 ഉപയോഗിച്ച് ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്റർ നിർമ്മിക്കാനും ടെസ്റ്റ് ചെയ്യാനും കഴിയും. ഈ പ്രാക്ടിക്കൽ ചെയ്യാൻ ആവശ്യമായ എല്ലാ ടൂളുകളും എക്യുപ്മെൻറ്റുകളും മെറ്റീരിയലുകളും നമുക്ക് ശേഖരിക്കാം. ഡിജിറ്റൽ ട്രെയിനർ കിറ്റും അതിൻ്റെ യൂസർ മാനുവലും IC74LS194ഉം അതിൻ്റെ ഡാറ്റാ ഷീറ്റ് അല്ലെങ്കിൽ ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്റർ, മെയിൽ ടു മെയിൽ ജമ്പർ വയർ, മാഗ്നിഫയിങ് ലെൻസ്. നമുക്ക് ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്ററിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഒരു ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്ററിന് ഇടത്തേക്കോ വലത്തേക്കോ ഡാറ്റ മാറ്റാൻ കഴിയും. ഇത് ഷിഫ്റ്റ് പ്രവർത്തനത്തിൽ ഡാറ്റ വലത്തുനിന്ന് ഇടത്തോട്ട് നീക്കുന്നു. അതായത് ഓരോ ബിറ്റും ഓരോ സ്ഥാനം ഇടത്തേക്ക് മാറ്റി ഇടതുവശത്തെ ഏറ്റവും കൂടുതൽ സ്ഥാനത്തുണ്ടായിരുന്ന ബിറ്റ് മാറ്റി ഒരു പുതിയ ബിറ്റ് വലത് സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ബിറ്റ് അല്ലെങ്കിൽ MSB 1 ആണ്. ഏറ്റവും കുറഞ്ഞ പ്രാധാന്യമുള്ള ബിറ്റ് LSB 0 ആണ്. തുടക്കം 1010, ഇടത് ഷിഫ്റ്റിന് ശേഷം 0100. വലത് ഷിഫ്റ്റ് പ്രവർത്തനത്തിൽ ഡാറ്റ ഇടത്ത് നിന്ന് വലത്തോട്ട് നീക്കുന്നു. ഓരോ ബിറ്റും ഓരോ സ്ഥാനം വലത്തേക്ക് മാറ്റി വലത് ഏറ്റവും ഇടത് സ്ഥാനത്തുണ്ടായിരുന്ന ബിറ്റ് മാറി ഒരു പുതിയ ബിറ്റ് ഇടതുവശത്തെ ഏറ്റവും സ്ഥാനത്തേക്ക് മാറ്റുന്നു. ഉദാഹരണത്തിന് MSB 1ഉം LSB 0ഉം ആണ്. തുടക്കം 1010, വലത് ഷിഫ്റ്റിന് ശേഷം 0101. നമുക്ക് IC74LS194നെ കുറിച്ച് ചർച്ച ചെയ്യാം. പാരലൽ ലോഡ് ശേഷിയുള്ള 4-ബിറ്റ് ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്ററിനൊപ്പം 16-പിൻ ഡ്യുവൽ ഇൻലൈൻ പാക്കേജിൽ ഈ IC ലഭ്യമാണ്. ഈ ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്റർ ഒരു ഷിഫ്റ്റ് രജിസ്റ്ററിൽ ഒരു സിസ്റ്റം ഡിസൈനർ ആഗ്രഹിച്ചേക്കാവുന്ന എല്ലാ സവിശേഷതകളും കൂട്ടിയോജിപ്പിക്കാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. പാരലൽ ഇൻപുട്ടുകൾ, പാരലൽ ഔട്ട്പുട്ടുകൾ, വലത് ഷിഫ്റ്റ്, ഇടത് ഷിഫ്റ്റ് സീരിയൽ ഇൻപുട്ടുകൾ, ഓപ്പറേറ്റിംഗ് മോഡ് കൺട്രോൾ ഇൻപുട്ടുകൾ, നേരിട്ടുള്ള ഓവർ റൈഡിംഗ് ക്ലിയർ ലൈൻ എന്നിവ അവ ഫീച്ചർ ചെയ്യുന്നു. IC74LS194ൻ്റെ പിൻ വിശദാംശങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. പിൻ 1 ആക്റ്റീവ് ലോ മാസ്റ്റർ റീസെറ്റ് ഓർ ക്ലിയർ ഇൻപുട്ട്. പിൻ 2 shift right serial input. Pin 3 parallel input A. Pin 4 parallel input B. Pin 5 parallel input C. Pin 6 parallel input D. Pin 7 shift left serial input. Pin 8 ground GND. Pin 9 mode select input S0. Pin 10 mode select input S1. Pin 11 clock input. Pin 12 output QD. Pin 13 output QC. Pin 14 output QB. Pin 15 output QA. Pin 16 power supply +5 volt VCC. ഇടത് ഷിഫ്റ്റ് പ്രവർത്തനത്തിനായി IC74LS194മായി എങ്ങനെ കണക്ഷനുകൾ ഉണ്ടാക്കാമെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. മാഗ്നിഫയിങ് ലെൻസ് ഉപയോഗിച്ച് ICയുടെ IC74LS194 എന്ന പാർട്ട് നമ്പർ ചെക്ക് ചെയ്യുക. ICയുടെ പിൻ നമ്പർ 1നെ തിരിച്ചറിയുക. പിൻ നമ്പർ 1 സൂചിപ്പിക്കാൻ അതിന് ഒരു ചെറിയ നോച്ച് അല്ലെങ്കിൽ ഡോട്ട് ഉണ്ടായിരിക്കാം. ഡിജിറ്റൽ ട്രെയിനർ കിറ്റിലെ ബ്രെഡ് ബോർഡിന് മുകളിൽ ശരിയായ സ്ഥാനത്ത് IC വെക്കുക. ബ്രെഡ് ബോർഡിലേക്ക് ICയുടെ പിന്നുകളുടെ 2 ലൈനുകളും ഇൻസേർട്ട് ചെയ്യുക. ഓരോ പിന്നും പ്രത്യേക ദ്വാരത്തിലേക്ക് പോകുന്നുവെന്ന് ഉറപ്പാക്കുക. പിന്നുകളൊന്നും വളയുകയോ തെറ്റായി വെക്കുകയോ ചെയ്യാതെ ബ്രെഡ് ബോർഡിൽ IC പരന്നതായി ഇരിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. ഡിജിറ്റൽ ട്രെയിനർ കിറ്റിലെ
പിൻ നമ്പർ 8നെ ഗ്രൗണ്ട് GND നെഗറ്റീവിലേക്കും പിൻ നമ്പർ 16നെ പവർ സപ്ലൈ +5 വോൾട്ടിലേക്കും ബന്ധിപ്പിക്കുക. ട്രെയിനർ കിറ്റിൽ ഔട്ട്പുട്ട് ലീഡ് Q0യിലേക്ക് പിൻ 15ഉം ഔട്ട്പുട്ട് ലീഡ് Q1ലേക്ക് പിൻ 14ഉം ഔട്ട്പുട്ട് ലീഡ് Q2യിലേക്ക് പിൻ 13ഉം ഔട്ട്പുട്ട് ലീഡ് Q3യിലേക്ക് പിൻ 12ഉം ബന്ധിപ്പിക്കുക. പിൻ 3നെ ഇൻപുട്ട് ടോഗിൾ സ്വിച്ച് D0യിലേക്കും പിൻ 4നെ ഇൻപുട്ട് ടോഗിൾ സ്വിച്ച് D1യിലേക്കും പിൻ 5നെ ഇൻപുട്ട് ടോഗിൾ സ്വിച്ച് D2യിലേക്കും പിൻ 6നെ ഇൻപുട്ട് ടോഗിൾ സ്വിച്ച് D3യിലേക്കും യഥാക്രമം ബന്ധിപ്പിക്കുക. ക്ലോക്ക് ഇൻപുട്ടിലേക്ക് പിൻ 11നെ ബന്ധിപ്പിക്കുക. സർക്യൂട്ട് ഡയഗ്രാം അനുസരിച്ച് പിൻ 2നെ ഇൻപുട്ട് ടോഗിൾ സ്വിച്ച് SRലേക്ക് ബന്ധിപ്പിക്കുക. പിൻ 7നെ ഇൻപുട്ട് ടോഗിൾ സ്വിച്ച് SLലേക്ക് ബന്ധിപ്പിക്കുക. പിൻ 9നെ ഇൻപുട്ട് ടോഗിൾ സ്വിച്ച് S0യിലേക്ക് ബന്ധിപ്പിക്കുക. പിൻ 10നെ ഇൻപുട്ട് ടോഗിൾ സ്വിച്ച് S1ലേക്ക് ബന്ധിപ്പിക്കുക. മാസ്റ്റർ റീസെറ്റ് ഇൻപുട്ട് ആയ ടോഗിൾ സ്വിച്ചിലേക്ക് പിൻ 1നെ ബന്ധിപ്പിക്കുക. തുടക്കത്തിൽ ഒരു സിസ്റ്റത്തിലേക്ക് പവർ അപ്ലൈ ചെയ്യുമ്പോൾ സാധാരണ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാ കോമ്പോണൻസും ശരിയായ സെറ്റിൽ ആരംഭിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ മാസ്റ്റർ റീസെറ്റ് ഇൻപുട്ട് ആക്ടിവേറ്റ് ചെയ്യാം. +5 വോൾട്ട് DC പവർ സപ്ലൈ VCC ഓണാക്കുക. ഇടത് ഷിഫ്റ്റ് പ്രവർത്തനത്തിനായി പിൻ നമ്പർ 7ലേക്ക് ലോജിക് 1 അപ്ലൈ ചെയ്യുക. ഇൻപുട്ട് ടോഗിൾ സ്വിച്ചുകൾ ഉപയോഗിച്ച് ട്രൂത്ത് ടേബിളിൽ നൽകിയിരിക്കുന്നത് പോലെ ഷിഫ്റ്റ് രജിസ്റ്ററിൻ്റെ ആദ്യ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ഡാറ്റ ലോഡ് ചെയ്യുക. ഷിഫ്റ്റ് രജിസ്റ്ററിലേക്ക് ക്ലോക്ക് പൾസുകൾ അപ്ലൈ ചെയ്യുക. ഓരോ ക്ലോക്ക് പൾസും ഡാറ്റയെ ഒരു സ്ഥാനം ഇടത്തേക്ക് മാറ്റുന്നതിന് കാരണമാകുന്നു. അടുത്തത് റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേഷൻ. വലത് ഷിഫ്റ്റ് പ്രവർത്തനത്തിനായി പിൻ നമ്പർ 7ലേക്ക് ലോജിക് 0ഉം പിൻ നമ്പർ 2യിലേക്ക് ലോജിക് 1ഉം അപ്ലൈ ചെയ്യുക. ഇൻപുട്ട് ടോഗിൾ സ്വിച്ചുകൾ ഉപയോഗിച്ച് ട്രൂത്ത് ടേബിളിൽ നൽകിയിരിക്കുന്നത് പോലെ ഷിഫ്റ്റ് രജിസ്റ്ററിൻ്റെ ആദ്യ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ഡാറ്റ ലോഡ് ചെയ്യുക. ഓരോ ക്ലോക്ക് പൾസും ഡാറ്റയെ ഒരു സ്ഥാനം വലത്തേക്ക് മാറ്റുന്നതിന് കാരണമാകുന്നു. നൽകിയിരിക്കുന്ന ക്ലോക്ക് പൾസ് Q0 മുതൽ Q3 വരെയുള്ള ഔട്ട്പുട്ട് LEDകൾ 1 1 1 1 ആണെന്ന് നിരീക്ഷിക്കുക. ക്ലോക്ക് പൾസ് 1 നൽകിയിരിക്കുന്ന ഒബ്സർവ് ഔട്ട്പുട്ട് 0 1 1 1 ആണ്. ക്ലോക്ക് പൾസ് 2 നൽകിയിരിക്കുന്ന ഒബ്സർവ് ഔട്ട്പുട്ട് 0 0 1 1 ആണ്. ക്ലോക്ക് പൾസ് 3 നൽകിയിരിക്കുന്ന ഒബ്സർവ് ഔട്ട്പുട്ട് 0 0 0 1 ആണ്. ക്ലോക്ക് പൾസ് 4 നൽകിയിരിക്കുന്ന ഒബ്സർവ് ഔട്ട്പുട്ട് 0 0 0 0 ആണ്. അങ്ങനെ ഞങ്ങൾ IC74LS194ന്റെ പിൻ വിശദാംശങ്ങൾ ചർച്ച ചെയ്തു. ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്റർ നിർമ്മിക്കുകയും ടെസ്റ്റ് ചെയ്യുകയും ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് റിസൾട്ട് പരിശോധിച്ച് ഉപയോഗിക്കുകയും ചെയ്തു. നന്ദി.